Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അഥവാ ഉൽപാദനവും ചെലവും എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്നിവ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലോ ആണ്. എക്കണോമിക്സിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണിത്. ആ ലോയുടെ പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക്കാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. എക്സാമിനൊക്കെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏതാണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ്. അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും. ഓക്കെ, തുടങ്ങാം. Law of diminishing marginal product or law of variable proportion is a short-run production function. Law of diminishing marginal product and law of variable proportion is a short-run production function. അതായത് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും ഒരു ഹ്രസ്വകാല ഉൽപാദന ധർമ്മമാണ്. അതായത് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും ഒരു ഹ്രസ്വകാല ഉൽപാദന ധർമ്മമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഹ്രസ്വകാല ഷോർട്ട് റൺ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് റൺ ഇൻപുട്ടുകളെ എത്ര ആയിട്ട് തരംതിരിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ പോവുകയാണ്. ഷോർട്ട് റൺ ഇൻപുട്സ് ആർ ഡിവൈഡഡ് ഇൻടു 2. അതായത് ഷോർട്ട് റണ്ണിലെ ഇൻപുട്ടുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് ഇൻപുട്ട് അഥവാ സ്ഥിര നിവേശങ്ങൾ, വേരിയബിൾ ഇൻപുട്ട് അഥവാ വിഭേദക നിവേശങ്ങൾ. ഇനി എന്താണ് വേരിയബിൾ ഇൻപുട്ട് എന്ന് നോക്കാം. ഉൽപാദകനെ ഹ്രസ്വകാലത്തിൽ ഉൽപാദകന് മാറ്റം വരുത്താൻ കഴിയുന്ന നിവേശങ്ങളെയാണ് വിഭേദക നിവേശങ്ങൾ എന്ന് പറയുന്നത്. ഉൽപാദകൻ തീരുമാനിക്കുകയാണ് ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിക്കണമെന്ന്. ഉൽപാദകൻ തീരുമാനിക്കുകയാണ് ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിക്കണം. ആ സമയത്ത് അയാൾക്ക് ചില നിവേശങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയും. അത്തരത്തിലുള്ള നിവേശങ്ങളെയാണ് വിഭേദക നിവേശങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് തൊഴിലാളികളുടെ എണ്ണം, അസംസ്കൃത വസ്തുക്കളുടെ അളവ് തുടങ്ങിയവ. ഇനി എന്താണ് സ്ഥിര നിവേശങ്ങൾ എന്ന് പറയാം. ഹ്രസ്വകാലത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്ത നിവേശങ്ങളെയാണ് സ്ഥിര നിവേശങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഫാക്ടറി കെട്ടിടത്തിന്റെ വലിപ്പം, യന്ത്രങ്ങൾ സ്ഥാപിക്കൽ, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക തുടങ്ങിയവ സ്ഥിര നിവേശത്തിന് ഉദാഹരണമാണ്. നിങ്ങൾക്ക് എന്താണ് ഫിക്സഡ് ഇൻപുട്ട്, വേരിയബിൾ ഇൻപുട്ട് എന്നൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വീണ്ടും കിടക്കാം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും ഒരു ഹ്രസ്വകാല ഉൽപാദന ധർമ്മമാണ്. ഹ്രസ്വകാലത്തിൽ ഉൽപാദകന് വിഭേദക നിവേശങ്ങളുടെ അളവിൽ മാറ്റം വരുത്തിക്കൊണ്ടേ ഉൽപ്പന്നത്തിന്റെ അളവിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. ഹ്രസ്വകാലത്തിൽ ഉൽപാദകന് വിഭേദക നിവേശങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടേ ഉൽപ്പന്നത്തിന്റെ അളവിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. The law of diminishing marginal product or law of variable proportion explain the effect of change in total output when one variable input is changed and other inputs are kept constant. ഒന്നുകൂടി പറയാം. The law of diminishing marginal product or law of variable proportion explain the effect of change in total output when one variable input is changed and other inputs are kept constant. ഒരു വിഭേദക നിവേശത്തിൽ മാത്രം മാറ്റം വരുത്തുകയും മറ്റു നിവേശങ്ങൾ സ്ഥിരമായിരിക്കുകയും ചെയ്യുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റം വിശകലനം ചെയ്യുന്ന ഉൽപാദന ധർമ്മമാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം. ഒന്നുകൂടി പറയാം. ഒരു വിഭേദക നിവേശത്തിൽ മാത്രം മാറ്റം വരുത്തുകയും മറ്റു നിവേശങ്ങൾ സ്ഥിരമായിരിക്കുകയും ചെയ്യുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റം വിശകലനം ചെയ്യുന്ന ഉൽപാദന ധർമ്മമാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം. അതായത് ഒരു ഉൽപാദന പ്രക്രിയയിൽ ഒരു വിഭേദക നിവേശത്തിൽ മാത്രം മാറ്റം വരുത്തുക, അതിന്റെ അളവ് ഇങ്ങനെ വർദ്ധിപ്പിക്കുക, മറ്റു നിവേശങ്ങളിൽ ഒന്നും തന്നെ മാറ്റം വരുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റം, മൊത്തം ഉൽപ്പന്നത്തിൽ എത്ര മാറ്റം സംഭവിച്ചു എന്ന് കാണിക്കുന്ന ഉൽപാദന ധർമ്മമാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം.
അതായത് ഒരു വിഭേദക നിവേശത്തിൽ മാത്രം മാറ്റം വരുത്തുകയും മറ്റു നിവേശങ്ങൾ സ്ഥിരമായിരിക്കുകയും ചെയ്യുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റം വിശകലനം ചെയ്യുന്ന ഉൽപാദന ധർമ്മമാണ് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം. നിശ്ചിത ഉൽപാദന ഘടകത്തോട് വിഭേദക നിവേശത്തിന്റെ കൂടുതൽ അളവുകൾ ചേർക്കുമ്പോൾ ആദ്യം മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു. ഇതിനെ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് പറയുന്നു. അതായത് നിശ്ചിത ഉൽപാദന ഘടകത്തോട് വിഭേദക നിവേശത്തിന്റെ കൂടുതൽ അളവുകൾ ചേർക്കുമ്പോൾ ആദ്യം മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുകയും പിന്നീട് കുറയുകയും ചെയ്യും. ഇതിനെ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് പറയുന്നു. അതായത് സ്ഥിര ഘടകത്തോട് വിഭേദക നിവേശത്തിന്റെ കൂടുതൽ അളവുകൾ ചേർക്കുമ്പോൾ ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞാൽ സീമാന്ത ഉൽപ്പന്നം കുറഞ്ഞു വരും. ഇതിനെ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് പറയുന്നു. അതായത് സ്ഥിര ഘടകത്തോട് വിഭേദക നിവേശത്തിന്റെ കൂടുതൽ അളവുകൾ ചേർക്കുമ്പോൾ ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞാൽ സീമാന്ത ഉൽപ്പന്നം കുറയാൻ തുടങ്ങും. ഇതിനെ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന് പറയുന്നു. അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. അതായത് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. സ്ഥിര ഘടകത്തോട് വിഭേദക നിവേശത്തിന്റെ കൂടുതൽ അളവുകൾ ചേർക്കുമ്പോൾ മൊത്തം ഉൽപ്പന്നം TPയും സീമാന്ത ഉൽപ്പന്നം MP യും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അവയാണ് ഇൻക്രീസ് റിട്ടേൺസ് ടു എ ഫാക്ടർ അഥവാ വർദ്ധമാന പ്രത്യായ ഘട്ടം, രണ്ടാമത്തത് ഡിമിനിഷൻ റിട്ടേൺസ് ടു എ ഫാക്ടർ അഥവാ അപചയ പ്രത്യായ ഘട്ടം, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ അഥവാ ഋണാത്മക പ്രത്യായ ഘട്ടം. We can explain the law of diminishing marginal product or law of variable proportion with the help of this table. അതായത് നമുക്ക് ഈ ടേബിൾ അനുസരിച്ച് നമുക്ക് അപചയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദകാനുപാത നിയമവും എന്തെന്ന് വിശദമാക്കാം. നമുക്കൊരു സോപ്പിന്റെ ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ടേബിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഫിക്സഡ് ഇൻപുട്ട് അഥവാ സ്ഥിര നിവേശങ്ങളും വേരിയബിൾ ഇൻപുട്ട് അഥവാ വിഭേദക നിവേശങ്ങളും ടോട്ടൽ പ്രൊഡക്റ്റ് അഥവാ മൊത്തം ഉൽപ്പന്നവും മാർജിനൽ പ്രൊഡക്റ്റ് അഥവാ സീമാന്ത ഉൽപ്പന്നവും ആവറേജ് പ്രൊഡക്റ്റ് അഥവാ ശരാശരി ഉൽപ്പന്നവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് ഇൻപുട്ട് സ്ഥിര നിവേശങ്ങൾ, അതായത് ഷോർട്ട് ടേണിൽ മാറ്റം വരുത്താൻ കഴിയാത്ത നിവേശങ്ങളാണ് ഫിക്സഡ് ഇൻപുട്ട്. അത് പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ എത്രയാണ് 4 ആണെങ്കിൽ അത് ലാസ്റ്റ് വരെയും 4 തന്നെയായിരിക്കും. നമുക്ക് അത് ഫിക്സഡ് ഇൻപുട്ടിന്റെ യന്ത്രങ്ങളായിട്ട് കരുതാൻ ഇവിടെ. ഇനി വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേണിൽ മാറ്റം വരുത്താൻ കഴിയുന്ന നിവേശങ്ങളെയാണ് വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയാം. നമുക്ക് ഇവിടെ തൊഴിലാളികളുടെ എണ്ണമായിട്ട് കരുതാം. ഇനി നമുക്ക് ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. തൊഴിലാളികളുടെ എണ്ണം 0 ആയപ്പോൾ, അതായത് തൊഴിലാളികളൊന്നും ഇല്ലാത്ത സമയത്ത് ടോട്ടൽ പ്രൊഡക്റ്റ് ഒന്നും തന്നെ ഇല്ല. ഇനി ഒന്നാമത്തെ തൊഴിലാളി വന്നപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 1 ആണ്, അതായത് ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ തൊഴിലാളി വന്നപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 3 ആണ്. മൂന്നാമത്തെ തൊഴിലാളി വന്നപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് 6 ആണ്, അതായത് മൂന്നാമത്തെ തൊഴിലാളി വന്നപ്പോൾ 6 സോപ്പാണ് ഉണ്ടാക്കുന്നത്. നാലാമത്തെ തൊഴിലാളി വന്നപ്പോൾ 10 സോപ്പാണ് ഉണ്ടാക്കുന്നത്. അഞ്ചാമത്തെ തൊഴിലാളി വന്നപ്പോൾ 13 സോപ്പായിട്ട് വർദ്ധിച്ചു. 10ൽ നിന്ന് 13 സോപ്പായിട്ട് വർദ്ധിച്ചു. ആറാമത്തെ തൊഴിലാളി വന്നപ്പോൾ 13ൽ നിന്നും 15 ആയിട്ട് വർദ്ധിച്ചു. ഇപ്പോ ഈ സ്റ്റേജ് ആറാമത്തെ തൊഴിലാളി വന്നപ്പോൾ സോപ്പിന്റെ ഉൽപാദന വർധനവിന്റെ തോത് കുറയുന്നുണ്ട്. ആദ്യമൊക്കെ കൂടി വന്നിരുന്നു. ഇപ്പൊ ഇത് ആറാമത്തെ തൊഴിലാളി വന്നപ്പോ സോപ്പിന്റെ ഉൽപാദന വർധനവിന്റെ തോത് കുറയുന്നുണ്ട് അല്ലെ. ഏഴാമത്തെ തൊഴിലാളി വന്നപ്പോൾ 16 സോപ്പായി, അതായത് ഒരെണ്ണാണ് അധികമായിട്ട് ഉണ്ടാക്കിയത്. എട്ടാമത്തെ തൊഴിലാളി വന്നപ്പോൾ 16 സോപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എട്ടാമത്തെ തൊഴിലാളി വന്നപ്പോൾ ലേബർ വന്നപ്പോഴും 16 എണ്ണയാണ് ഉണ്ടാക്കുന്നത്. ഒമ്പതാമത്തെ തൊഴിലാളി വന്നപ്പോൾ 15. ഒമ്പതാമത്തെ തൊഴിലാളി വന്നപ്പോൾ 16ൽ നിന്ന് 15 സോപ്പായിട്ട് കുറഞ്ഞ, അവിടെ ഉത്പാദനം തന്നെ നടക്കുന്നില്ല. 10ാമത്തെ തൊഴിലാളി വന്നപ്പോൾ 15ൽ നിന്ന് 13 ആയിട്ട് കുറഞ്ഞു. അതായത് ആദ്യത്തെ 4 തൊഴിലാളികൾ വന്നപ്പോൾ സോപ്പ് ഉൽപാദനം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. വർധനവിന്റെ തോത് അറിയണമെങ്കിൽ നമുക്ക് MP-യിൽ നോക്കിയാൽ മതി. അതായത് ഒന്നാമത്തെ തൊഴിലാളി വന്നപ്പോൾ 1 സോപ്പ് അധികമായിട്ട് ഉണ്ടാക്കിയിരുന്നു. രണ്ടാമത്തെ തൊഴിലാളി ഉപയോഗിച്ചപ്പോൾ 2 സോപ്പ് അധികമായിട്ട് ഉണ്ടാക്കി. മൂന്നാമത്തെ ആള് വന്നപ്പോൾ 3 സോപ്പ് അധികമായിട്ട് ഉണ്ടാക്കി. നാലാമത്തെ ആള് വന്നപ്പോൾ 4 സോപ്പ് അധികമായിട്ട് ഉണ്ടാക്കി. അഞ്ചാമത്തെ ആള് വന്നപ്പോൾ 3 സോപ്പായിട്ട് അത് കുറഞ്ഞു. ആറാമത്തെ തൊഴിലാളി വന്നപ്പോൾ അത് 2 സോപ്പായിട്ട് കുറഞ്ഞു. ഏഴാമത്തെ
ആള് വന്നപ്പോൾ, 7ാമത്തെ തൊഴിലാളി വന്നപ്പോൾ ഒരു സോപ്പായിട്ട് ഉൽപാദനം കുറഞ്ഞു. 8ാമത്തെ തൊഴിലാളി ലേബർ വന്നപ്പോൾ സോപ്പ് തന്നെ അയാൾ ഉണ്ടാക്കുന്നില്ല, സോപ്പിന്റെ ഉൽപാദനം തന്നെ കുറഞ്ഞു, സോപ്പിന്റെ ഉൽപാദനം തന്നെ നടക്കുന്നില്ല. 9ാമത്തെ തൊഴിലാളി വന്നപ്പോൾ ഉൽപാദനം നടക്കുന്നില്ല. അതുപോലെ തന്നെ 10ാമത്തെ തൊഴിലാളി വന്നപ്പോഴും സോപ്പ് ഉൽപാദനം നടക്കുന്നില്ല. അത് എന്തായിരിക്കും ഇതിനുള്ള കാരണം? അതായത് ഇവിടെ ലേബറിന്റെ എണ്ണം, തൊഴിലാളികളുടെ എണ്ണം അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അതിനനുസരിച്ച് നമ്മുടെ ഫിക്സഡ് ഇൻപുട്ടിന്റെ അളവിൽ മാറ്റം വരുന്നില്ല. അതായത് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് എവിടെ വേണം, തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് യന്ത്രങ്ങളുടെ എണ്ണവും വർദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുക, കുറയുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ തൊഴിലാളികളുടെ എണ്ണം മാത്രം ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, മൊത്തം ഉൽപാദനം വർദ്ധിക്കില്ല. അതനുസരിച്ച് എന്ത് ചെയ്യണം, ഫിക്സഡ് ഇൻപുട്ട്, അതായത് യന്ത്രങ്ങളുടെ എണ്ണവും കൂടി വർദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുകയുള്ളൂ. എല്ലാ നിമിഷങ്ങളിലും ഒരുപോലെ മാറ്റം സംഭവിച്ചാൽ മാത്രമാണ് മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുകയുള്ളൂ. അതായത് ഇവിടെ 4 വരെ, ഇവിടെ ഈ ടേബിളിൽ 4 തൊഴിലാളികളും 4 യന്ത്രങ്ങളും ഉള്ള സമയത്ത് ഉൽപാദനം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവ തമ്മിലുള്ള ഒരു അനുപാതം കറക്റ്റ് ആയിരുന്നു, 4 തൊഴിലാളി 4 യന്ത്രങ്ങൾ. അപ്പൊ സോപ്പിന്റെ ഉൽപാദനം വളരെയധികം വർദ്ധിച്ചു. 5 വന്നു നോക്കുമ്പോ അവരുടെ തമ്മിലുള്ള അനുപാതം കുറഞ്ഞു വരാൻ തുടങ്ങി. അതിനനുസരിച്ച് നമ്മുടെ മൊത്തം ഉൽപ്പന്നത്തിനാണ് കുറഞ്ഞു വന്നു. 6 എന്താണ്, മിഷന്റെ എണ്ണം, യന്ത്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. 7 വർദ്ധിച്ച് 8 വർദ്ധിച്ച സമയത്തൊക്കെ എന്താ ചെയ്യുന്നത്, യന്ത്രങ്ങളുടെ എണ്ണത്തിൽ ഒരു വർധനവും നടക്കുന്നില്ല. അതിന്റെ ഫലമായിട്ട് മൊത്തം ഉൽപ്പന്നവും കുറയുകയാണ് ചെയ്യുന്നത്. 4 തൊഴിലാളികൾ ഉപയോഗിച്ചപ്പോൾ മൊത്തം ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും വർദ്ധിച്ചു. അതായത് സോപ്പിന്റെ ഉൽപ്പന്നം വളരെ ഉയർന്ന നിരക്കിലാണ്. അതായത് സ്ഥിര നിവേശത്തിനനുസരിച്ചിട്ട് തന്നെയാണ് വിഭേദക നിവേശത്തിന്റെ അളവ്. അതിന്റെ ഫലമായിട്ട് ഉൽപാദനത്തിന്റെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതായത് വിഭേദക നിവേശത്തിന്റെ അളവ് കൂടുതൽ ഉപയോഗിച്ചപ്പോൾ മൊത്തം ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും ആദ്യത്തെ ഘട്ടത്തിൽ വർദ്ധിച്ചു അല്ലെ. ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് വർദ്ധമാന പ്രത്യായ ഘട്ടം. അതായത് 1ാമത്തെ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും വർദ്ധിക്കുന്നുണ്ട്. അതായത് ഒരു വിഭേദക നിവേശം വർദ്ധിക്കുന്നതിനനുസരിച്ച് മൊത്തം ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും വർദ്ധിച്ചു. ആ ഘട്ടത്തെ പറയുന്ന പേരാണ് വർദ്ധമാന പ്രത്യായ ഘട്ടം. 5ാമത്തെ തൊഴിലാളി ഉപയോഗിച്ചപ്പോൾ മൊത്തം ഉൽപ്പന്നം 13 6ാമത്തെ തൊഴിലാളി വന്നപ്പോൾ 13 നിന്നും 15 വർദ്ധിച്ചു. 7ാമത്തെ തൊഴിലാളി വന്നപ്പോൾ 15 നിന്നും 16 8ാമത്തെ തൊഴിലാളി വന്നപ്പോൾ 16 നിന്നും 16 തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ മൊത്തം ഉൽപ്പന്നം ചെറിയ തോതിലാണ് വർദ്ധിക്കുന്നത്. അതായത് വിഭേദക നിവേശത്തിന്റെ അളവ് കൂടുതലാകുമ്പോൾ മൊത്തം ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും കുറയുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് അപചയ പ്രത്യായ ഘട്ടം. അതായത് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് മൊത്തം ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് അപചയ പ്രത്യായ ഘട്ടം. ഇനി 3ാമത്തെ ഘട്ടത്തിൽ ഉൽപാദനം നടക്കുന്നേ ഇല്ല. അവിടെ അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവായി, -1 -2 ഈ ഘട്ടത്തെ, അതായത് മൊത്തം ഉൽപ്പന്നം കുറഞ്ഞപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവായി മാറി. ഈ ഘട്ടത്തെ ഋണാത്മക പ്രത്യായ ഘട്ടം അഥവാ നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നു. അതായത് ആദ്യത്തെ സ്റ്റേജിൽ മൊത്തം ഉൽപ്പന്നം വളരെ വർദ്ധിച്ച തോതിൽ വർദ്ധിക്കുന്നു. അതിന്റെ ഫലമായിട്ട് മാർജിനൽ പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു. ഈ സ്റ്റേജിനെ വർത്തമാന പ്രത്യായ ഘട്ടം അഥവാ ഇൻക്രീസ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നു. 2ാമത്തെ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പന്നം കുറഞ്ഞ അളവിലാണ് വർദ്ധിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. ഇതിനെ അപചയ പ്രത്യായ ഘട്ടം എന്ന് പറയുന്നു. 3ാമത്തെ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പന്നം കുറയുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നു. ഇതിനെ ഋണാത്മക പ്രത്യായ ഘട്ടം അഥവാ നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നു. ഈ ലോ എന്താണ് പറയുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഉൽപാദന പ്രക്രിയയിൽ ഒരു നിവേശത്തിന്റെ അളവിൽ മാത്രം മാറ്റം വരുത്തിയെങ്കിൽ ഉൽപാദനം വർദ്ധിക്കുകയില്ല, മറിച്ച് കുറയുകയാണ് ചെയ്യുക എന്നാണ് ഈ ലോ പറയുന്നത്. അതുകൊണ്ട് എല്ലാ നിവേശങ്ങളും തുല്യമായ അളവിൽ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമാണ് ഉൽപാദനം വളരെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. നമുക്ക് ഇനി ടേബിൾ ഒരു ഗ്രാഫ് ആക്കിയിട്ട് അവതരിപ്പിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ഥിരഘടകത്തിന്റെ കൂടെ വിഭേദക നിവേശത്തിന്റെ കൂടുതൽ അളവുകൾ ചേർക്കുമ്പോൾ മൊത്തം ഉൽപ്പന്നം അഥവാ TP, സീമാന്ത ഉൽപ്പന്നം MP 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും.
അത് നമുക്കൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാം. അപ്പൊ നമുക്ക് ഈ ടേബിൾ നമുക്ക് ഡയഗ്രാം ആക്കി മാറ്റാം. അപ്പൊ നേരത്തെ വിവരിച്ച ടേബിൾ അനുസരിച്ചിട്ടുള്ള ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഈ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ഇൻപുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡയഗ്രത്തിൽ 3 കർവുകൾ കാണുന്നുണ്ട് അല്ലെ. ഒന്നാമത്തെ കർവ് ഇവിടെ TP അഥവാ മൊത്തം ഉൽപ്പന്നത്തിന്റെ കർവാണ്. രണ്ടാമത്തെ AP ആവറേജ് പ്രൊഡക്റ്റ് ശരാശരി ഉൽപ്പന്നത്തിന്റെ കർവാണ് വരച്ചിട്ടുള്ളത്. MP മാർജിനൽ പ്രൊഡക്റ്റ് അഥവാ സീമാന്ത ഉൽപ്പന്നത്തിന്റെ കർവാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് TP ഫസ്റ്റ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് increases at a increasing rate. Then marginal product increases and average product increases. This stage is known as increase in returns to a factor. അതായത് ഒന്നാമത്തെ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പന്നം വർദ്ധിച്ച തോതിലാണ് വർദ്ധിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് മാർജിനൽ പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു, ആവറേജ് പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു. ഈ ഒന്നാമത്തെ ഘട്ടത്തെ വർദ്ധമാന പ്രത്യായ ഘട്ടം എന്ന് പറയുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിച്ച തോതിൽ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു. ഇതിനെ വർദ്ധമാന പ്രത്യായ ഘട്ടം അഥവാ ഇൻക്രീസ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിംഗ് റേറ്റ്. Then marginal product decreases. അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞ അളവിലാണ് വർദ്ധിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. Then total product reaches its maximum. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് അതിന്റെ പരമാവധിയിൽ എത്തുന്നു. At that time marginal product is 0. അതായത് സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് വളരെ കുറഞ്ഞ നിരക്കിലാണ് വർദ്ധിക്കുന്നത്. എന്നിട്ട് അത് അതിന്റെ പരമാവധിയിൽ എത്തുന്നു. അതേസമയം ടോട്ടൽ പ്രൊഡക്റ്റ് പരമാവധിയിൽ എത്തുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. This stage is known as decreasing returns to a factor അഥവാ അപചയ പ്രത്യായ ഘട്ടം. അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ മൊത്തം ഉൽപ്പന്നം കുറഞ്ഞ നിരക്കിലാണ് വർദ്ധിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ മൊത്തം ഉൽപ്പന്നം കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുകയും അതിന്റെ പരമാവധിയിൽ എത്തുകയും ചെയ്യുന്നു. മൊത്തം ഉൽപ്പന്നം TP പരമാവധിയിൽ എത്തുമ്പോൾ MP മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അതായത് സെക്കൻഡ് സ്റ്റേജ് ഡിക്രീസ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നാണ് പറയുന്നത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. ഈ സ്റ്റേജിനെ അപചയ പ്രത്യായ ഘട്ടം എന്ന് പറയുന്നു. In the third stage total product decreases. Then marginal product becomes negative, average product decreases. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് മൂന്നാമത്തെ സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുന്നു. അതേസമയം മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നു. AP ആവറേജ് പ്രൊഡക്റ്റ് അഥവാ ശരാശരി ഉൽപ്പന്നം കുറയുന്നു. അപ്പൊ നമ്മുടെ ഈ ഡയഗ്രാം അനുസരിച്ചിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ എന്താ പറയുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ഇൻക്രീസ് റിട്ടേൺസ് ടു എ ഫാക്ടർ അഥവാ വർദ്ധമാന പ്രത്യായ ഘട്ടം. സെക്കൻഡ് സ്റ്റേജ് അറിയപ്പെടുന്നത് അപചയ പ്രത്യായ ഘട്ടം എന്നാണ്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. ഈ സ്റ്റേജ് അപചയ പ്രത്യായ ഘട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി തേർഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുന്നു. അതേസമയം മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുകയും മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുകയും ചെയ്യുന്ന സ്റ്റേജിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ അഥവാ ഋണാത്മക പ്രത്യായ ഘട്ടം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡയഗ്രാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് TPയും MPയും തമ്മിലുള്ള ബന്ധം ഒന്ന് പറയാം. നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ്, നമുക്ക് ഈ ഡയഗ്രത്തിൽ TP MPയും ഒന്ന് നോക്കാം. TPയുടെ APയുടെ ബന്ധം ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ രണ്ട് കർവുകൾ മാത്രം നോക്കിയാൽ മതി, APയിൽ നോക്കേണ്ട ആവശ്യമില്ല. TP MP മാത്രം നോക്കാം. TP കർവ് ഇവിടെ ഉണ്ട്, MP. Then TP increase ചെയ്യുമ്പോൾ MPയും ഇൻക്രീസ് ചെയ്യുന്നു. അതായത് TP increases at an increasing rate, MP increases. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിച്ച തോതിൽ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ റിലേഷൻ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു.
The total product increases at a decreasing rate, then marginal product decreases. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. ഇനി സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആകുന്നു. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് അതിന്റെ പരമാവധിയിൽ എത്തുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആകുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നു. അപ്പൊ ഇത്രയാണ് ദ റിലേഷൻ ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നുകൂടി പറയാം. ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിച്ച തോതിൽ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എം പി വർദ്ധിക്കുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കുറയുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് കുറയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് അതിന്റെ പരമാവധിയിൽ എത്തുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. എക്സാമിന് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.